Hello guys, welcome back to our channel Legal Nexus. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് e-contract എന്ന കോൺട്രാക്ട് ലോയിലെ അവസാനത്തെ ടോപ്പിക്കാണ്. An e-contract is an agreement legally formed, signed and executed without the use of physical documentation. Instead, digital formats such as emails, websites and other special software are used to help the parties reach an agreement. E-contract are applies for numerous transactions such as purchase on the internet, employment contracts and service agreements. Legal validity of an e-contract. E-contracts or electronic contracts are legally binding and valid in many jurisdictions including India. In fact, as per the Information Technology Act 2000, especially Section 10A, it is deemed to be a valid electronic contract if they fulfill all the essential elements as established by the Indian Contract Act 1872. ഈ കോൺട്രാക്ട് അഥവാ ഇലക്ട്രോണിക് കോൺട്രാക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഫിസിക്കൽ ഡോക്യുമെന്റേഷൻ ഇല്ലാതെ ട്രഡീഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്യാതെ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇത് നിരവധി സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമെയിൽസ്, വെബ്സൈറ്റ് ആൻഡ് അതർ സ്പെഷ്യൽ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഈ കോൺട്രാക്ട്സ് തയ്യാറാക്കുന്നത്. ഈ കോൺട്രാക്ട് ഒരു വാലിഡ് കോൺട്രാക്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. സെക്ഷൻ 10A ഓഫ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഈ കോൺട്രാക്ടിനെ കുറിച്ച് പറയുന്നത്. ഈ കോൺട്രാക്ട് ഒരു ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആയി പറയുന്നില്ല. അതുപോലെ തന്നെ സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ എലമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റും ഈ കോൺട്രാക്റ്റിലും അപ്ലിക്കബിൾ ആണ്. ഓഫർ, അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, മ്യൂച്വൽ കൺസെന്റ്, ലീഗൽ കപ്പാസിറ്റി, ലീഗൽ പർപ്പസ്. ഇതിനോടൊപ്പം ഈ കോൺട്രാക്റ്റിൽ വരുമ്പോൾ ഇലക്ട്രോണിക് സിഗ്നേച്ചറും ഓഡിറ്റ് ട്രയലും ഇതിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. Offer. This is the starting point. One party put forward clear terms for the other to accept. In an e-contract, this could be proposal shared through a digital form, a document or a contract management platform. ഓഫർ എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇത് ഈ കോൺട്രാക്റ്റിലേക്ക് വരുമ്പോൾ ഈ പ്രപ്പോസൽ ഓർ ഓഫർ വന്നിട്ട് ഷെയർ ത്രൂ ഡിജിറ്റൽ ഫോം ആയിരിക്കാം, ഡോക്യുമെന്റ് ആയിരിക്കാം, ഓർ എ കോൺട്രാക്ട് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം വഴിയായിരിക്കാം ഇത്തരത്തിലുള്ള ഓഫേഴ്സ് ഷെയർ ചെയ്തിട്ടുള്ളത്. അടുത്ത അക്സെപ്റ്റൻസ്. വൺസ് ദ അതർ പാർട്ടി അഗ്രീസ് ടു ദ ഓഫർ, ദ കോൺട്രാക്ട് സ്റ്റാർട്ട് ടു ടേക്ക് ഷേപ്പ്. വിത്ത് ഇലക്ട്രോണിക് കോൺട്രാക്ട്സ്, acceptance often happens through a digital signature, a click to accept button or even a simple confirmation over mail. ഒരു ഓഫർ പുട്ട് ഫോർവേഡ് ചെയ്തതിനു ശേഷം അക്സെപ്റ്റൻസ് എന്നത് ഈ കോൺട്രാക്റ്റിൽ വന്ന ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ വഴിയാവാം, ഇല്ലെങ്കിൽ ഒരു ക്ലിക്ക് ടു അക്സെപ്റ്റ് ബട്ടണിലാവാം, ഇല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ഇമെയിൽ വഴി ഒരു കൺഫർമേഷൻ ആവാം. കൺസിഡറേഷൻ. എവറി വാലിഡ് contract involves an exchange money, service, goods or something else of value. This mutual give and take should be clearly laid out in the agreement. Mutual consent. Both parties must be on the same page. They need to understand the terms and willingly agree to them. In a digital setting, this is shown through signed agreements, acknowledgements, checkbooks or authenticated user action. Legal capacity. The people signing the contract must have the legal right to do so. That means they are of legal age, mentally capable and authorized to sign if they are acting on behalf of a business. ലീഗൽ കപ്പാസിറ്റി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന വ്യക്തി അദ്ദേഹം മെന്റലി കേപ്പബിൾ ആയിരിക്കണം, ലീഗൽ ഏജിലായിരിക്കണം. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിലെ ബിഹാഫിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ലീഗലി അദ്ദേഹത്തിന് ഒരു റൈറ്റ് ഉണ്ടായിരിക്കണം. ലീഗൽ പേർപ്പസ് എന്ന് പറയുമ്പോൾ ദ കോൺട്രാക്ട് മസ്റ്റ് ബി ഫോർ സംതിങ് ലീഗൽ. ഇഫ് ഇറ്റ് ഇൻവോൾവ് സംതിങ് പ്രൊഹിബിറ്റഡ് ബൈ ലോ, ഇറ്റ് വോണ്ട് ഹോൾഡ് അപ്പ് വെദർ ഇറ്റ് ഈസ് ഇലക്ട്രോണിക് ഓർ നോട്ട്. ലീഗൽ പേർപ്പസ് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ സബ്ജക്റ്റ് വന്നിട്ട് ഒരിക്കലും അൺലോഫുൾ ആവാൻ പാടില്ല, പ്രൊഹിബിറ്റഡ് ബൈ ലോ ആവാൻ പാടില്ല. Electronic signature. This is what makes it official. It can be as simple as typing your name, drawing your signature or clicking a button depending on the platform. Tools like DocuSign or Adobe Sign ensures the signature is secure and legally recognized. Electronic signature ആണ് ഒരു ഈ കോൺട്രാക്ടിന്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്.
ഈ ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇ കോൺട്രാക്ട് വാലിഡായി പ്രഖ്യാപിക്കുന്നു. Audit trail. Most electronic contracts come with a built-in record of activity. You will see who opened, edit, or signed the document, and when this adds a layer of transparency and helps prevent dispute later. Audit trails എന്ന് പറയുമ്പോൾ ഒരു ഇ കോൺട്രാക്റ്റിൽ വന്നിട്ട് എങ്ങനത്തെ റെക്കോർഡായിരിക്കും എന്ന് വെച്ചാൽ അതിൽ ആരാണ് ഓപ്പൺ ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, ആരാ സൈൻ ചെയ്തത് എന്നെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും ഈ കോൺട്രാക്ട്സിന്റെ അഗ്രിമെന്റ്സ് ഉണ്ടാവുക. What are the advantages of electronic contracts? Electronic contracts കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കാം. Efficiency and speed. E-contracts can create, shared and signed within minutes, streamlining the contract life cycle significantly. അപ്പോൾ ഈ കോൺട്രാക്ട് ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എഫിഷ്യൻസി ആൻഡ് സ്പീഡാണ്. ഈ കോൺട്രാക്ട്സ് വന്നിട്ട് വേഗം തന്നെ ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വിത്തിൻ മിനിറ്റ്സ് അതിന് സൈൻ ചെയ്ത് ആ കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ബൈ എലിമിനേറ്റിംഗ് ദ നീഡ് ഫോർ പ്രിന്റിംഗ്, പോസ്റ്റേജ് ആൻഡ് ഫിസിക്കൽ സ്റ്റോറേജ്, ഇലക്ട്രോണിക് കോൺട്രാക്ട്സ് റെഡ്യൂസ് അസോസിയേറ്റഡ് കോസ്റ്റ്. നോർമലായിട്ടുള്ള ട്രഡീഷണൽ കോൺട്രാക്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ കോൺട്രാക്ട്സ് കുറച്ചുകൂടെ ലെസ് കോസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന് പ്രിന്റിങ് അതുപോലെ തന്നെ ഫിസിക്കലി അത് സ്റ്റോർ ചെയ്യുന്നതിനെ സംബന്ധിച്ച കുഴപ്പങ്ങളൊന്നും ഇതിനുണ്ടാവുകയില്ല. ഈസി മാനേജ്മെന്റ് ഓഫ് സ്റ്റോറേജ്. ഈ കോൺട്രാക്ട്സ് ആർ ഈസി ടു സ്റ്റോർ digitally and retrieve as needed. Supporting button document organizer, reducing the risk of misplacing important agreements. Sustainability. Going paperless with e-contract reduce environmental impact, aligning with eco-friendly business practice. What are the types of electronic contracts? Electronic contracts mainly നാലെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിക്ക് വാക്ക് അഗ്രിമെന്റ്, ബ്രൗസ് വാക്ക് അഗ്രിമെന്റ്, സ്ക്രോൾ വാക്ക് അഗ്രിമെന്റ്, സൈൻ ഇൻ വാക്ക് അഗ്രിമെന്റ്. Click walk agreement. Users click I accept or I agree to accept the terms and conditions before proceeding. Common in software downloads or website usage. Browse walk agreements. Terms are accessible on website but do not require explicit agreement. While convenient, they are often considered less enforceable than click walk agreement. Scroll walk agreements. Users must scroll through the terms before agreeing, often used to encourage review and acceptance of specific terms. Scroll walk agreements എന്ന് പറയുമ്പോൾ യൂസേഴ്സ് വന്നിട്ട് ഈ കണ്ടീഷൻ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് മുഴുവനായിട്ട് സ്ക്രോൾ ചെയ്ത് വായിച്ചതിന് ശേഷം അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള അഗ്രിമെന്റ്സ് പ്രോസസ് ആവുകയുള്ളൂ. സൈൻ ഇൻ വാക്ക് അഗ്രിമെന്റ്സ്. യൂസേഴ്സ് implicitly agree to terms by signing in or creating an account with an terms link nearby. Enforceability depends on how visible and accessible the terms are. Signing block agreements എന്ന് പറയുമ്പോൾ ഒരു യൂസേഴ്സ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള അഗ്രിമെന്റ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഈ കോൺട്രാക്ട് എന്ന ടോപ്പിക്. നമ്മൾ എന്താ ഈ കോൺട്രാക്ട് എന്നും പലതരത്തിലുള്ള ഈ കോൺട്രാക്ട്സും അതിൻ്റെ വാലിഡിറ്റി നമ്മൾ വിശദമായി പഠിച്ചാണ്. കോൺട്രാക്ട് ലോയിലെ അവസാനത്തെ ടോപ്പിക്കായിരുന്നു ഈ കോൺട്രാക്ട്. Thank you for watching this video. If you found this video helpful, don't forget to like, share and subscribe for more legal insights.